ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മത്തി പച്ച കുരുമുളക് അരച്ച് എങ്ങനെയാണ് ഫ്രൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. പച്ച കുരുമുളകൊക്കെ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഇല്ലെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മത്തി പച്ച കുരുമുളക് അരച്ച് എങ്ങനെയാണ് ഫ്രൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. പച്ച കുരുമുളകൊക്കെ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഇല്ലെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായി ഞാനിവിടെ 7 ചാള കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പച്ച കുരുമുളക്, അത് ഓരോ തിരി വെച്ചിട്ട് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്, കണ്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ നാരങ്ങ നീര്, ഉപ്പ് ആവശ്യത്തിന്, വറുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഈ മത്തിയിൽ പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുരുമുളക് എല്ലാം അടർത്തിയിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇടാം. അല്പം കറിവേപ്പിലയും ഇടാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും ഇടാം. ഇതിലേക്ക് ഒരല്പം വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മസാല ശരിക്കും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മത്തിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. മത്തിയിൽ നമ്മൾ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ചൂടായ പാനിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓരോരോ മത്തി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അതിട്ടിരിക്കണേ. ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മത്തി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ മത്തി പച്ച കുരുമുളക് അരച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ കുരുമുളക് ഉണ്ടെങ്കിൽ പച്ച കുരുമുളക് എടുത്ത് ചെയ്യാം. ഹൈപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും ഇപ്പോൾ കിട്ടുന്നുണ്ട് കുരുമുളക്. അപ്പോൾ നമുക്കത് കാണുന്ന സമയത്ത് വാങ്ങിച്ച് ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായാണ് നിങ്ങൾ ജുലീനാസ് കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതെന്തായാലും ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.